അങ്ങനെ ഒരു വർഷം കൂടെ പടിയിറങ്ങുകയാണ്. പുതിയൊരു വർഷം ആരംഭിക്കുന്നു. ഒരുപാട് നല്ല ഓർമ്മകളും ചില ദുഃഖകരമായ വിഷമം നിറഞ്ഞ ചില ഓർമ്മകളും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഒരു വർഷമാണ് പടിയിറങ്ങി പോകുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ബസ് യാത്രയോ അല്ലെങ്കിൽ നമ്മൾ ദീർഘദൂര യാത്രകളൊക്കെ ഉണ്ടല്ലോ, ട്രെയിനിലൊക്കെ. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ട്രിവാൻഡ്രത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും 3.5-4 മണിക്കൂറത്തെ യാത്രയാണ്. അപ്പം ആ യാത്രയിൽ നമ്മൾ ചില ആൾക്കാരെയൊക്കെ പരിചയപ്പെടുമായിരുന്നു. ചില വ്യക്തികൾ വളരെയധികം നമ്മളോട് ഇങ്ങനെ കമ്പനിയായിട്ടൊക്കെ വളരെ സ്നേഹത്തോടെയൊക്കെ ഇടപെടുകയും അവസാനം തിരുവനന്തപുരം എത്തി നമ്മൾ പിരിയുന്ന സമയത്ത് പിന്നെ ഞങ്ങളങ്ങ് പിരിഞ്ഞു പോകാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി ഒരിക്കലും ആ വ്യക്തിയെ കാണത്തില്ല, ഇനിയൊരു അയാൾ ആ ഒരു മനുഷ്യനോട് നമുക്കിനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ചെറുപ്പത്തിൽ അന്നൊക്കെ ഈ ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ അഡ്രസ്സൊക്കെ തരും, പക്ഷെ പിന്നീടൊന്നും കാണാനോ സംസാരിക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ പല വ്യക്തികൾ പല സമയങ്ങളിൽ നമുക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചവരും ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ദുഃഖകരമായ ഓർമ്മകൾ സമ്മാനിച്ചവരും ഒക്കെ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഇവരെല്ലാം ഇങ്ങനെ ഓരോ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അവരൊക്കെ ഓരോ സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളിത് നടന്നു പോവുകയാണ്. എന്നാൽ എന്നും നമ്മളോടൊപ്പമുള്ള ദൈവം, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നമുക്ക് ഈ യാത്ര തുടരാം. ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നിന്റെ പിതൃ ഭവനത്തെയും നിന്റെ ആ ഒരു സ്വന്തം ജനത്തെ വിട്ടിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ഉറപ്പാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആ ഫേവർ നമ്മുടെ വഴി നടത്തും. ആ ഫേവർ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലി മേഖലകളിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഒരു ശുഭപ്രതീക്ഷയോടെ അടുത്ത വർഷത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.